കോട്ടയം പാലാ ഭാഗത്തു നിന്നും അട്ടപ്പാടിയിലെത്തി കാട് വെട്ടിത്തെളിച്ച് ഇവിടം സ്വർഗമാക്കി മാറ്റിയ അട്ടപ്പാടി അച്ചായന്മാരുടെ നാട്ടിലൂടെയാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഈ റൂട്ടിൽ പുതിയ പെർമിറ്റുമായി ഓടിത്തുടങ്ങിയ മൊഞ്ചത്തി ബസിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന്. അഗളിയിൽ നിന്നും ഗുഡ്ഡയൂർ, മുണ്ടൻപാറ, ജെല്ലിപ്പാറ, ഓടപ്പെട്ടി, പൂവാക്കുറുക്ക്, കള്ളമല, കൽക്കണ്ടി വഴി മുക്കാലി വരെയാണ് ഇന്നത്തെ യാത്ര. മഴ പെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ കപ്പൊക്കെ വെള്ളം പിടിച്ചൊക്കെ റോഡിലേക്ക് മഴ പെയ്ത് വെയിൽ വീഴും. നമ്മളോട് കയറിയുള്ളത് എല്ലാവരും തുഴച്ച് വെളി കയറി പോകും. അങ്ങനെ പോകും. KSRTC മണ്ണാർക്കാട് അത് രാവിലെ ഇങ്ങനെ ഇവിടെ വരും. ഇങ്ങനെ സ്വർണ്ണകത്ത പോകും. സ്വർണ്ണകത്തേക്ക് തിരിച്ച് കോഴിക്കടക്ക് നേരെ വേറെ വഴിയുണ്ട്. ആ വഴിക്ക് നേരെ ജെല്ലിപ്പാറ, ഓണപ്പട്ടി വരും. ഒരു വൈകുന്നേരം ഈ വഴി കൂടെ ഇറങ്ങി നേരെ മണ്ണാർക്കാട് ഡിപ്പോ പോകും. ചെറിയ വണ്ടിയാണോ? അത് അല്ലല്ലേ, പുലാങ്കൽ വണ്ടിയെ പോലെ തന്നെ. പക്ഷെ ഇത് ടാറ്റൻ. ടാറ്റ ഇതിന് മുന്നേ ഒരു 15 പേര് പറമ്പില്ല ഓടുന്നത്. മാസം കൊണ്ട് എന്റെ അട്ടപ്പ് തെറിപ്പിച്ചു. ഗൂളിക്കടവിൽ നിന്ന് 6:40-നാണ് ബസ് എടുക്കുന്നത്. ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള സമയവിവരങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ജംഷീറാണ് ഡ്രൈവിംഗ് സീറ്റിൽ, കണ്ടക്ടർ രഞ്ജുവാണ്. ജംഷീറിൻ്റെ തന്നെയാണ് ഈ ബസ്. മൊത്തം ഏകദേശം 26 കിലോമീറ്റർ ദൂരമുണ്ട് ഈ റൂട്ടിൽ അഗളിയിൽ നിന്നും മുക്കാലി വരെ. ബസ് ഫെയർ 40 രൂപയാണ്. മൊത്തം 4 ചാൽ ഓടുന്നുണ്ട്. 2025 മാർച്ച് മാസം മുതലാണ് മൊഞ്ചത്തി സർവീസ് ആരംഭിക്കുന്നത്. ഈ ബസ് കൂടാതെ രാവിലെയും വൈകിട്ടും ഒരു KSRTCയും ഓടുന്നുണ്ട്. ഗൂളിക്കടവിൽ നിന്ന് ഗുഡ്ഡയൂർ വരെ ഒരേ മലകയറ്റം, പിന്നെ കൽക്കണ്ടി വരെ ഒരേ ഇറക്കം. കാരറ, മുണ്ടൻപാറ, ജെല്ലിപ്പാറ വഴി ഓടപ്പെട്ടി കഴിഞ്ഞാൽ കോടമഞ്ഞും കൊണ്ടൊരു ചുരമിറക്കമുണ്ട്. മസിനഗുഡി ഇറക്കം പോലെ മറ്റൊരെണ്ണം. ആരും സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇവിടുന്നല്ല, ഞാൻ പറഞ്ഞത് ആരാണെന്ന സ്ഥലത്ത് മണ്ണാർക്കാട് 2-3 ബസ് ഓടിക്കുന്നതാണ്. മെയിൻ്റനൻസിന്റെ ആണോ എന്താണ് അതിൽ അറിഞ്ഞു ഒരു അത്യാവശ്യം ആളുണ്ടായിരുന്ന സമയത്ത് 3 ബസ് ഓടിക്കുന്നതാണ്. ഒരു താഴ്വര, ഒരു ചാലിയാറ്, പിന്നെ ഒരു അറപ്പ. 14 കൊല്ലം മുന്നേ. ഈ 14 കൊല്ലത്തിന് മുന്നേ ആ വണ്ടിയിലൊക്കെ നിർത്തി പോയ ശേഷം ഒരാൾക്ക് ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ല ഈ റൂട്ടിൽ പമ്പിന് തുടങ്ങാൻ. കാരണം ഒന്നാമത്തെ റൂട്ട് അങ്ങനെയാണ്. ഇവിടുന്നും കയറ്റം, അവിടുന്ന് വരുമ്പോഴും കയറ്റം, 2 സൈഡിൽ കയറ്റാം. അത് കഴിഞ്ഞ് പിന്നെ അപ്പഴാണ് പറഞ്ഞിട്ട് വരുന്നത്. ഡ്രൈവറല്ലേ? രാവിലെ പെട്ടെന്ന് ഓടി എഴുതിയിട്ട് സെറ്റാക്കി വരുക. വണ്ടി മാറ്റി കൊടുക്കുന്നത് കൈലാസം മാത്രമാണ്. അഗളിയിൽ നിന്നും
6 കിലോമീറ്റർ യാത്ര ചെയ്യുമ്പോൾ ഈ റൂട്ടിലെ ആദ്യ ഗ്രാമമായ ഗുഡ്ഡിയൂരിൽ എത്തും. ഇടയ്ക്കിടയ്ക്ക് നല്ല വ്യൂ പോയിന്റുകളൊക്കെ ഉണ്ട് ഈ റൂട്ടിൽ. കാരറയുടെ ഹൃദയഭാഗത്തുകൂടി കടന്നു പോകുമ്പോൾ ഇടതു സൈഡിൽ ഒരു ഓർത്തഡോക്സ് പള്ളിയുണ്ട്. കുറച്ചുകൂടി മുൻപോട്ട് പോകുമ്പോൾ വലതു സൈഡിൽ LP സ്കൂൾ കാണാം. ഇടതു സൈഡിൽ കുന്നിൻ മുകളിലായി ഒരു കത്തോലിക്ക ദേവാലയവും ഉണ്ട്. ഈ ബോർഡിൽ 5 പെർമിറ്റ് ആയിരുന്നു, 5 6 ഇവിടെ ഇപ്പൊ 2 വണ്ടി ഉണ്ട്. കുന്നംകുളം 7 8 വണ്ടി. മൊത്തം എത്ര കിലോമീറ്റർ ഉണ്ട് അവിടെ ഇവിടെ വരെ? 26 കിലോമീറ്റർ ഉണ്ടല്ലേ? അതിൽ വന്നാലോ? അതിൽ വന്നാല് കിലോമീറ്റർ കുറവാണ്. എത്ര ഉണ്ടാവും? 20 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ. ചാർജ് ബസ് ഫെയർ എന്ന് പറയുമ്പോൾ അരിക്കൊരു ടിക്കറ്റ് 8 രൂപ. അടിപൊളി പള്ളിയാണല്ലോ, വെറൈറ്റിയാണ്. ഇത് കാരണം തന്നെയാ? ഇതിൽ വരുമ്പോൾ 40 രൂപ. പക്ഷേ ഇതിന്റെ ഉള്ളിൽ അതായത് ഈ കള്ളപ്പന ബാധികളൊക്കെ ലാഭം ഇതിലൂടെ കൊടുക്കാം. കാരണം 35 രൂപ അവർക്ക് വീടെത്താം. മറ്റേ വണ്ടി വരുന്നുണ്ട്. 13. നമ്പറൊന്നും ഇല്ലല്ലോ. തമിഴ് വണ്ടിയല്ലേ? ഞാൻ ഈ പരിപാടി കുറച്ച് നേരത്തെ തുടങ്ങിയിരുന്നു. കാരണം 100-300 കുടുംബം കൊടുത്ത് പോയി. ബസ് സൗകര്യം ഇല്ലാണ്ടേ 300 കുടുംബം മൊത്തം പോയിട്ടുണ്ടാവും. വണ്ടിയിൽ വേണം. നമ്മളെന്താ പറയും, എത്ര തന്നെ ബുദ്ധിമുട്ടിയാലും ബസ്സിൽ ആരും ഉണ്ടാക്കാൻ ഞാൻ സമ്മതിക്കില്ല. എങ്ങനെയും ഓടണം. കാരണം ജനങ്ങളുടെ മനസ്സിൽ വിശ്വാസം തുടങ്ങി. ഒരു 5 മിനിറ്റ് വൈകിയാലും ആ ബസ് വരും. ഒന്നിച്ച് വരുന്ന അവർക്കറിയാം. നിങ്ങളെവിടെ താമസിക്കുന്നത്? ഞാൻ അറിയില്ല. അവിടെ ഇല്ല, അവിടെ തന്നെ ചൂൽക്കടലാണോ? അതെ, ആ പഞ്ചായത്ത് അറിയോ? കുടിയമ്മലയുടെ മോഡലേ വലിയ അരിക്കുമല എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അതിങ്ങനെയാണ്. കോടമഞ്ഞിൽ പൊതഞ്ഞു നിൽക്കുന്ന മുണ്ടൻപാറ ഗ്രാമത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇടത്തേക്കുള്ള റോഡ് പാറവളവ് റൂട്ടാണ്. കുറുക്കൻകുണ്ട് വരെ റോഡുണ്ട്. കുറുക്കൻകുണ്ട് പള്ളിയുടെ അവിടം ഒരു കിടിലൻ വ്യൂ പോയിൻ്റാണ്.
ബൈക്കായിട്ട് വരുമ്പോൾ അവിടെയൊക്കെ പോയി കാണണം. അതുപോലെ മുനിമല വ്യൂ പോയിൻ്റ്, ഇടിഞ്ഞമല വ്യൂ പോയിൻ്റ്, കരടിപ്പാറ ഹിൽ സ്റ്റേഷനൊക്കെ കാണാം. നൈറ്റ് സ്റ്റേ ആവശ്യമുള്ളവർക്ക് റിസോർട്ടും ഹോം സ്റ്റേയും ഒക്കെ അവൈലബിൾ ആണ്. സെയിൻറ്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയാണ് മഞ്ഞിൽ മൂടി നിൽക്കുന്നത്. 1-2 ദിവസം താമസിച്ച് കാണാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലേ മുണ്ടൻപാറയിൽ. കട്ടപ്പനയിലേക്ക് എത്തിയ പോലെയാണ് കാലാവസ്ഥയും പ്രകൃതിയും കൃഷികളുമൊക്കെ. കുരുമുളകും ഏലവും കാപ്പിയുമൊക്കെ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ഏലം കൃഷിയാ? ഏലമല്ലേ? ഓടപ്പെട്ടിയിൽ നിന്നും മുള്ളിക്ക് പോകുന്ന നെയ്യൻസ് ബസ്സാണ് വരുന്നത്. ജെല്ലിപ്പാറ മൗണ്ട് കാർമൽ സ്കൂളാണ് വലതു സൈഡിൽ. താവളത്തുനിന്ന് എന്തേരം ദൂരമുണ്ട് പുള്ളിക്ക്. ഉടനെ എത്തുന്നത് ജെല്ലിപ്പാറ ടൗണിലേക്കാണ്. ഇവിടെ നിന്ന് വലത്തേക്ക് പോയാൽ ഗൂളിക്കടവിലേക്ക് എത്താം. ആ വഴിക്ക് പോകേണ്ട വണ്ടിയാണ് നെയ്യൻസ്. റോഡ് പണി ആയതുകൊണ്ടാണ് ഈ റൂട്ടിൽ കണ്ടത്. കട്ടിമല വ്യൂ പോയിന്റ് ജെല്ലിപ്പാറയ്ക്കടുത്തുള്ള ഒരു ഫേമസ് സ്പോട്ടാണ്. ജെല്ലിപ്പാറയുടെ ഉള്ളിലേക്ക് പോയാൽ ഇടുക്കിയെ ഇവിടെ കൊണ്ടുവന്ന് പറിച്ചു വെച്ച പോലെയാണ്. ജെല്ലിപ്പാറയുടെ തന്നെ ഭാഗമായുള്ള ഒമ്മലയിലേക്കാണ് ഉടനെ എത്തുന്നത്. മലങ്കരപ്പള്ളിയാണ് ഇടതു സൈഡിൽ. രാവിലെ തന്നെ സഞ്ചാരികളൊക്കെ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. മാത്രമേ ഇറങ്ങുള്ളൂ, അല്ലാതെ ഇറങ്ങില്ല. അല്ലാതെ ഇച്ചിരി ആയിട്ടല്ല, അതെല്ലാവരുടെ ഒരു സ്വഭാവമാണ്. തുടക്കത്തിൽ ബസ് കാലിയായിരുന്നേലും ഇപ്പോൾ സീറ്റിംഗ് യാത്രക്കാരൊക്കെയായി. ഒമ്മല മുസ്ലിം പള്ളിയും മദ്രസയും ഒക്കെ ഉണ്ട് ഇവിടെ. അതെ, എഴുതുന്ന എല്ലാവരും അല്ലെയാണോ? വീണ്ടും ഇതായല്ലേ, വീണ്ടും ഇല്ലിയായല്ലോ. ഇവിടെ നിന്ന് നേരെയാണ് പോകേണ്ടത്. ആദ്യം ഓടപ്പെട്ടിയിലേക്ക് പോയിട്ട് യാത്രക്കാരെ കയറ്റി തിരികെ വരണം. 2 കിലോമീറ്റർ താഴെ ദൂരമേ ഉള്ളൂ ഓടപ്പെട്ടി വില്ലേജ് വരെ. ബസ് കേരള ഗ്രൂപ്പിൻ്റെ അഡ്മിൻ സുഹൈറാണ് ഈ ബസ്സും ഈ റൂട്ടുമൊക്കെ എനിക്ക് പരിചയപ്പെടുത്തിയത്. സുഹൈറുമുണ്ട് ഇന്നത്തെ യാത്രയിൽ. മുണ്ടൻപാറയിലെത്തിയപ്പോൾ പറഞ്ഞ ഇടിഞ്ഞമലയ്ക്കും കൂർക്കൻകുണ്ടിനുമൊക്കെ ഓടപ്പെട്ടി വഴിയും പോകാം. ഒമ്മല വ്യൂ പോയിന്റ് ഇവിടെ അടുത്താണ്. ഈ റൂട്ടിൽ ഒരു KSRTC കൂടി ഓടുന്നുണ്ട്. മണ്ണാർക്കാട്, ജെല്ലിപ്പാറ, അഗളി, സ്വർണ്ണകഥ റൂട്ടിലാണ് KSRTC. ഒരു ലോങ് റൂട്ടാണ്. രാവിലെ 6:40-നാണ് മണ്ണാർക്കാട് നിന്നും സർവീസ് തുടങ്ങുന്നത്.
തിരിച്ച് ജെല്ലിപ്പാറ റോഡിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ വലതു സൈഡിലുള്ള ഒരു വ്യൂ പോയിന്റ് ആണ് മാഞ്ചോല. ഒന്നും കാണുന്നില്ല പോലെ. ഇനി കുത്തനെയുള്ള മലയിറക്കമാണ്. കളി മാറും. മറ്റൊരു മസനഗുഡിയാണ്. ഇറക്കം അതുപോലെയാണ്. പൂവക്കുറുക്ക് ഇറക്കം അല്ലെങ്കിൽ കള്ളമല ചുരം എന്നൊക്കെ വിളിക്കാം. കുത്തനെ ഇറക്കം, ഇടുങ്ങിയ റോഡ്, ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നാൽ കാര്യം വളരെ ബുദ്ധിമുട്ടാണ്. ഹോൺ അടിക്കാതെ ഒരു രക്ഷയുമില്ല ഈ റൂട്ടിൽ. അത്രയ്ക്കും റിസ്ക്കാണ് ഈ റൂട്ട്. താങ്ങില്ലേ? താങ്ങുന്നില്ല. താങ്ങില്ല. മോശനല്ലേ?
കഴിക്കും. അതെ. ചുരമിറക്കമിറങ്ങി എത്തുന്നത് കള്ളമല ഗ്രാമത്തിലേക്കാണ്. ഈ വഴിക്കാണ്. സുബൈരിയിലല്ലേ? 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 അതേ കണ്ടിരുന്നു. ഇതിലായിരുന്നു അവനെ കണ്ടില്ലേ? കയറലുണ്ടോ? വേറില്ല. കള്ളമല ഇറക്കമെന്ന് പറയാം അല്ലേ? മറ്റേ കക്കടാമ്പോയിൽ പോകുമ്പോ എങ്ങനെയല്ലേ? കക്കടാമ്പോയിൽ പോയിട്ടില്ലേ? നിലമ്പൂര് പോയിട്ടില്ല. കറക്റ്റാണെങ്കിൽ ഞാൻ പോയിട്ടില്ല. തമിഴിന്റെ വണ്ടിയല്ലേ? വാൽമാർക്ക് പോയിട്ട് ഞാൻ ചോദിച്ചു, ഞാൻ ഡ്രൈവർ എടുക്കണമെന്ന് പറഞ്ഞു. പിന്നെ എന്നെ ഡ്രൈവർ എടുക്കണ്ടെന്ന് പറഞ്ഞേ. കണ്ടക്ടർ പറഞ്ഞു ഡ്രൈവർ പറഞ്ഞു എന്നെ എടുത്ത് ഇടണ്ടെന്ന്. ഇടത്തേക്ക് ചിന്നപ്പറമ്പ് എന്നൊരു ഊരിലേക്കുള്ള റോഡാണ്. കള്ളമല സ്കൂൾ മുക്ക് സ്റ്റോപ്പിലൂടെയാണ് പോകുന്നത്. ഇനിയും ഇറക്കം തീർന്നിട്ടില്ല അല്ലേ? തീയല്ല തീ. ചേട്ടൻ ഇവിടെ പോയിട്ടുണ്ടോ? മറ്റേ കക്കടാമ്പോയില് അത് ഇതുപോലെയാ. അത് ഉടനെ തീരും. റോഡ് വലുതാക്കുവാ. വലുതാക്കുമ്പോ ആ വളമെല്ലാം വലുതാവില്ല. അത് ഫുള്ള് കോടയാണ് അവിടെ. തിരുവമ്പാടി അല്ല, നിലമ്പൂരിൽ കക്കടാമ്പോയിൽ വഴി നിലമ്പൂര് തിരുവമ്പാടി പോകും. കോഴിക്കോട് നിന്നുണ്ട് വണ്ടി. നിലമ്പൂര് റൂട്ടാണ് രസം. രാജഗിരിയോ? എവിടെയൊക്കെ രാജഗിരി ഉള്ളത്? എൻ്റെ എല്ലാ പള്ളിയിലും
7:45 ബസ് കൽക്കണ്ടിയിൽ എത്തിയിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ജെല്ലിപ്പാറ വഴി സ്വർണ്ണഗതയ്ക്ക് പോകുന്ന ബസ് അവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത് കാണാം. ഇവിടെ നിന്നും മുക്കാലി വരെ ബസ് പോകുന്നുണ്ട്. ഏകദേശം 2 കിലോമീറ്റർ ദൂരം കാണും. തിരിച്ചുള്ള ട്രിപ്പ് ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ്. ഇപ്പോൾ മുക്കാലി വരെ പോയി യാത്രക്കാരെ ഇറക്കി തിരികെ വരണം. ഇവിടെ അടുത്ത ട്രിപ്പ് എപ്പോഴാ? അടുത്ത ട്രിപ്പില്ല, ഇപ്പൊ വൈകുന്നേരം അതെയോ? ഒറ്റ ട്രിപ്പുള്ളൂ. ഇല്ല, ഒറ്റ ട്രിപ്പ് ഇങ്ങനെ ഇവിടെ പോവുക, നേരെ വൈകിട്ട് തിരിച്ച് ഇതേ വഴിക്ക് ഇറങ്ങി വരിക. നമുക്കിപ്പോ അങ്ങോട്ടാണുണ്ടാവോ? നമുക്കുണ്ടാവും, നമുക്ക് കുട്ടികളും മക്കളൊക്കെ ഒരു ഉണ്ടാവും. അതിൽ ഒരു ബസ്സായിട്ട് കൺസെഷൻ ഇല്ല. KSRTC 8 ബസ്സല്ലോ, ആ, ഇല്ല. അതിൽ കൺസെഷൻ കിട്ടില്ല. കുട്ടികളൊക്കെ ആ നിൽക്കുന്ന പിള്ളേര് സ്കൂൾ ബസ്സിന് പോകാനാണോ ഈ ബസ്സിന് പോകാനാണോ? ഇല്ല, ഇതിന് പോകും. നമ്മുടെ വണ്ടിക്ക് വരാനുള്ളതാ? ചിലത് അതിൽ പോകും. ആ. കാരണം അവർക്ക് നേരത്തെ ക്ലാസ് തുടങ്ങാല് സമയം പോലും കുഴപ്പമില്ലാന്ന് അതിൽ പോകും. ബദ്രിയ ജുമാ മസ്ജിദാണ് മുന്നിൽ കാണുന്നത്. മുക്കാലിയിൽ നിന്ന് സൈലന്റ് വാലിയിലേക്ക് പോകാൻ പ്ലാനുള്ളവർക്ക് ഫോറസ്റ്റിൻ്റെ ജീപ്പ് സഫാരി ബുക്ക് ചെയ്ത് ഇവിടെ നിന്നും പോകാവുന്നതാണ്. തിരികെ കൽക്കണ്ടിക്കാണ്. ഇന്നലെ കോഴിക്കോട് നിന്നും അട്ടപ്പാടിക്ക് ഞാൻ വന്ന ചോലയാണ് വരുന്നത്. ആ യാത്രാ വീഡിയോ കാണാത്തവർ ഉടനെ വിട്ടോ, വീഡിയോ എത്തിയിട്ടുണ്ട്. വൈകിട്ട് കയറി വരുമ്പോ കാണാം. വൈകുന്നേരം വിളിക്കാം. ഇവിടെ എങ്ങോട്ടാ? ആ ഓടി എടുത്തോളൂ. അതല്ല, അതൊക്കെ കൽക്കണ്ടിയിൽ നല്ല കാറ്റും നല്ല തണുപ്പുമാണ്. വിറയ്ക്കുന്നുണ്ട്. പാലക്കാടിന് പോകുന്ന RPC ആണ് വരുന്നത്. കൽക്കണ്ടിയിൽ നിന്ന് 8:20 തിരികെ അകലിക്കുക. മണ്ണാർക്കാട് ഭാഗത്തു നിന്നും ഈ റൂട്ട് കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ 8:20 ഈ ട്രിപ്പാണ്. കോടമഞ്ഞൊക്കെ കണ്ട് അങ്ങ് ജെല്ലിപ്പാറ വഴി അകലിക്ക് പോകാം. അടുത്ത വീഡിയോയിൽ ആനക്കട്ടിയിൽ നിന്നും ഷോളയൂർ കോഴിക്കോടം വരെ പോകുന്ന സുബൈദ ബസ്സിൻ്റെ വിശേഷങ്ങളാണ്. കാത്തിരിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.